വൻപയർ ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിരാൻ ഇട്ടതാണ്. ഏകദേശം 8 മണിക്കൂറായി. ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം, അതായത് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കണം. ഈ പയർ നമുക്ക് പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇത് വെള്ളത്തിലിടാൻ മറന്നു പോകുന്നവർ ചൂടുവെള്ളത്തിലിട്ടാൽ മതി, പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇത് ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടതാണ്. ഇപ്പോഴിവിടെ രാവിലെയായി. ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു പ്രഷർ കുക്കർ എടുത്ത് ഇത് 3/4 ഗ്ലാസ് പയറാണ്. കുക്കറിലോട്ടിടാം. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കണം. ഈ ഗ്ലാസിൻ്റെ 3/4 ഗ്ലാസ്സാണ് പയറെടുത്തിരിക്കുന്നത്. അത് കുതിർന്നപ്പോൾ കുറേ കൂടുതൽ തോന്നിക്കുന്നതാണ്. പയറിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. കത്തിച്ച് വെയിറ്റ് അത് 2 വിസിൽ മതി ഇതിന് മൊത്തം. ആദ്യം 1 വിസിലിന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടാം. പിന്നെ 1 വിസിലടിച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമാക്കി വേവിച്ച ശേഷം വേവിച്ച് തണുത്ത ശേഷം നമുക്ക് എടുക്കാം. പ്രഷർ കുക്കർ അടപ്പ് നമുക്ക് തുറന്ന് നോക്കാം. പയറൊക്കെ നല്ലതുപോലെ വെന്ത് വറ്റിയിട്ടുണ്ട്. വൻപയറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. പയറെല്ലാം നല്ലതുപോലെ വെന്തെടുത്തിട്ടുണ്ട് വൻപയർ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പക്ഷേ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും നോക്കാം. ഒരു 8 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, ഒരു 15 ചുമന്നുള്ളി, 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിരുന്നു, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഇത്രയുമാണ് ഇതിനാവശ്യം. കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. എല്ലാം നമുക്ക് നല്ലതുപോലെ ചതച്ചെടുക്കാം. ചതച്ച് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ ചുമന്നുള്ളി കൂടെ ഒന്ന് ചതച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് ചതയ്ക്കാം. എല്ലാം ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം. ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ചതയ്ക്കാം. അല്ലെ ഒന്ന് ഇളക്കിയാലും മതി. എല്ലാം കൂടെ ചതച്ച് ഒരു ബൗളിലോട്ട് മാറ്റാം. വെച്ച് സ്റ്റവ് കത്തിക്കുക. കടായി ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ബാക്കി കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ചേർക്കാമല്ലോ. ടൈമിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉള്ളി, ക്രഷ്ഡ് ചില്ലി എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് ഇതിൻ്റെ വേണ്ട മസാലകൾ. എല്ലാം കൂടെ നമുക്കൊന്ന് ഇതൊന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർക്കാം. എല്ലാം കൂടി മസാലയിലൊന്ന് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് വൻപയർ വറ്റിച്ചത് ഉണ്ടാക്കാം. ഇത് കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം സൈഡ് ഡിഷായിട്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിം ആക്കി ഒരു മിനിറ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. നോക്കാം, പയറെല്ലാം വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വറ്റിയിട്ടുണ്ട്. വൻപയർ വറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു 2 കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വൻപയർ വറ്റിച്ചത് റെഡി, അതായത് വൻപയർ വരട്ടിയത് റെഡി. ഇത് കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചുമന്ന പയർ അഥവാ വൻപയർ വറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചുമന്ന പയർ വരട്ടിയത് റെഡി.